ഹേ ഗൈസ്, വെൽക്കം ടു സുഫിൻ വ്ലോഗ്സ്. ഇറ്റ്സ് മീ സുഫിൻ ഹിയർ. ഗൈസ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഒരു ന്യൂ കാറാണ്. കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ ഏതാ എന്നൊക്കെ, വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളും മെയിൻ ചാനലിൽ വീഡിയോയിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാർ റിവീലിംഗ് ആണ്. നമ്മൾ വണ്ടി എടുത്തത് തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്പോൾ വണ്ടി കിട്ടാനില്ല. ഇത് ഒത്തിരി പ്രീ ബുക്കിംഗ് ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ തന്നെ ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. പെട്ടെന്ന് മനസ്സിലായി കാണും ഏതായിരിക്കുമെന്ന്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. തൃശ്ശൂർ കൊരട്ടിയിൽ നിന്നാണ്, ഇറാം മോട്ടോഴ്സിൽ നിന്നാണ് വണ്ടി എടുത്തത്. ഇങ്ങനെ ജസ്റ്റ് ഒരു അപ്പോൾ ഷോറൂമിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ വഴി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു വണ്ടി ഇപ്പോൾ കിട്ടിയത്. നേരത്തെയാണ് ഇതിൻ്റെ 3 ഡോർ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് എല്ലാം 5 ഡോർ വരട്ടെ, 5 ഡോർ വന്നിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ വണ്ടി ഇപ്പോൾ കിട്ടാനില്ല, സത്യം പറഞ്ഞാൽ കിട്ടാനില്ല. നമുക്ക് ലക്കിന് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞാണ് പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാക്കിയിട്ടാണ് നമുക്ക് വണ്ടി കിട്ടിയത്. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അധികം വെച്ച് താമസിക്കില്ല, ഞാൻ വണ്ടി ആണെന്ന് കാണിക്കാം. മഹേന്ദ്ര താർ റോക്സ് ആണ് ഇത്. MX3 വേരിയൻറ്റ്, അതായത് മിഡ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വരുന്നത് MX5 ആണ്. ഇത് MX3 ആണ്. ബട്ട് ഇത് കണ്ട MX5 പോലെ ഇരിക്കും. ഇതിലിപ്പോൾ അലോയ്സും കാര്യങ്ങളും എക്സ്ട്രാ ചെയ്തതാണ്. MX3യിൽ അലോയ്സും കാര്യങ്ങളും വരുന്നില്ല, സ്റ്റീൽ വീൽസ് ആണ് വരുന്നത് MX3യിൽ. MX5ലാണ് മെയിൻലി അലോയ്സും കാര്യങ്ങളും വരുന്നത്, ഇതിൽ വരുന്നില്ല, നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊരു ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിംഗ് ആണ് വന്നത്. ഇതിൻ്റെ എഞ്ചിൻ സൈഡിലോട്ട് വേണമെങ്കിൽ 2.2 ലിറ്റർ ടെർബോ ഡീസൽ എംഹോഗ് എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. കാര്യം ഒരു പെട്രോൾ വണ്ടി ഓടിക്കുന്ന പെർഫോമൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രിൽസ് വരുന്നുണ്ട്. ഗ്രിൽസ് എല്ലാ വേരിയൻറ്റിനും സെയിം ആണ്, 6 സ്പോക്ക് ഗ്രിൽസാണ് വരുന്നത്. പിന്നെ നമുക്കൊരു LED വരുന്നുണ്ട്, പ്രൊജക്റ്റഡ് LED ആണ്. നമുക്കൊരു റിംഗ് ലൈറ്റ് വരുന്നുണ്ട്, റണ്ണിങ് ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ LED ആണ്. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല. ഫോഗ് ലാമ്പ് MX3യിൽ വരുന്നില്ല. ഫോഗ് ലാമ്പ് എല്ലാം നമ്മൾ കസ്റ്റമായിട്ട് അല്ലാണ്ട് ചെയ്യേണ്ടി വരും. പിന്നെ ആണെങ്കിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നില്ല. നമുക്ക് MX5ലേക്കാണ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നത്, MX3യിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നില്ല. പിന്നെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് താറോക്സ് എന്നൊരു ബാഡ്ജ് സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. മഡ് ഫ്ലാപ്പ് നമ്മൾ എക്സ്ട്രാ വെച്ചതാണ്. MX3യിൽ മഡ് ഫ്ലാപ്പ് വരുന്നില്ല. പിന്നെ അലോയ്സും കാര്യം ഇതാണ്. 18 ഇഞ്ച് വീൽസാണ്, സ്റ്റീൽ വീൽസ് ആയിരുന്നു വരുന്നത്, നമ്മൾ അലോയ്സ് ആക്കി. നിയോ അലോയ്സ് ആണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രാൻഡാണ് നിയോ വീൽസ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ബാക്ക് വ്യൂ. ഇതിലാണെങ്കിൽ നമുക്ക് ബാക്ക് വ്യൂവിൽ വരുമ്പോൾ ഇതിൽ C ഷേപ്ഡ് ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്, LED ആണ്. പിന്നെ സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡീഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിലാണെങ്കിൽ തന്നെ താറോക്സ് എന്നൊരു പഞ്ച് ചെയ്ത ഒരു ബാഡ്ജ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാം സിസ്റ്റം ബാക്കിൽ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാം ബാക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിലില്ല, റിയറിലുണ്ട്. ബട്ട് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നില്ല, 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇത് എക്സ്ട്രാ നമ്മൾ വെച്ച ക്യാമാണ് ബാക്കിന്. പിന്നെ ഇതിന് റിഫ്ലക്ടറും കാര്യങ്ങളും വരുന്നുണ്ട്, 2 റിഫ്ലക്ടറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതൊക്കെയാണ് വണ്ടിയുടെ ഔട്ട് സൈഡുള്ള കാര്യങ്ങൾ. ഞാൻ ജസ്റ്റ് അകത്ത് കാണിച്ചു തരാം. 3 ഡോർ താറിൻ്റെ സെയിം ആണ്, 2 ഡോറായിട്ട് സെപ്പറേറ്റ്ലി വരുന്നതാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ള ഈ ബൂട്ട് സ്പേസ് ആണ്. 447 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് ഇതിലൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഈ ഒരു സാധനങ്ങൾ വയ്ക്കാനും കാര്യങ്ങൾ അതിനൊരിതുണ്ട്. ഇത്ര ബൂട്ട് സ്പേസാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഡോർ വ്യൂ. ഇതിലാണെങ്കിൽ നമുക്ക് മിറർ അഡ്ജസ്റ്ററുണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്ലാസിൻ്റെ കൺട്രോൾസാണ്. നമുക്കൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ ഇതാണ്. നമുക്ക് ഇൻറ്റീരിയർ വൈറ്റാണ് വരുന്നത്. ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രമാണ് വൈറ്റ്, ഇത് ബ്ലാക്കാണ്. MX5ലാണെങ്കിൽ ടോട്ടലി വൈറ്റാണ്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. മീൻസ് നമുക്കിപ്പോൾ അഴുക്കും കാര്യങ്ങളും വേഗം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് സീറ്റും കാര്യങ്ങൾ ബ്ലാക്കാണ് വരുന്നത്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റാണ്, ഫൈബറിൻ്റെയാണ്, മെറ്റീരിയലാണ്. വണ്ടിയുടെ സൈഡ് വ്യൂ ആണിത്. വണ്ടിയുടെ ഇന്നർ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾസ് കാര്യം, സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഇത് നമുക്ക് ഓരോ സെറ്റിങ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻസാണ്.
ബാക്കി അതിൽ വാർണിങ്സ് ഉണ്ട്, അതിൽ ബാക്കി സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് കിലോമീറ്റേഴ്സും കാര്യങ്ങളും, നമുക്ക് ഫ്യൂവലിൻ്റെ ഇത് ഇൻഡിക്കേഷൻ കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത്. ഇത് നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളിലെ കൺട്രോൾസാണ്. സോഴ്സ് വോളിയം കോളിലേക്കാണ്. നമുക്ക് സെൻട്രൽ പൊസിഷനിൽ വരുന്നതാണ്. നമുക്ക് AC വെൻ്റ് ഉണ്ട്, പിന്നെ നമുക്ക് AC മാനുവലാണ്, ഓട്ടോ അല്ല, മാനുവൽ AC ആണ്. അപ്പോൾ അതിൽ കൺട്രോൾസ് വരുന്നുണ്ട്. ഫോഗിൻ്റെത് വരുന്നുണ്ട്. നമ്മൾ എയർ ബാഗ്സിൻ്റെയാണ്, ഓൺ ഓഫ് ആണ്. ഹസാർഡ് വരുന്നുണ്ട്. ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡിലാണെങ്കിൽ നമുക്ക് സ്നിപ്പ്, അതുപോലെ തന്നെ സ്നോ, മഡ്, സാൻഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓവറോൾ ഇതിപ്പോൾ നമ്മൾ അല്ലാണ്ട് എക്സ്ട്രാ വെച്ചതാണ്. പിന്നെ നമുക്ക് IRV ഗ്ലാസ് വരുന്നുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ് ഹോൾഡറാണ്. ജസ്റ്റ് ഡമ്മി സ്വിച്ചസ് ആണ്. ഇത് മൈക്കിൻ്റെതാണ്. പിന്നെ നമുക്ക് സൈഡിലോട്ട് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഹാൻഡിൽസ് ഉണ്ട്, നമുക്ക് പിടിച്ച് കയറാൻ കണക്കിനൊരു ഹാൻഡിൽസ് ഉണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് ഡാഷ്ബോർഡ് നമുക്ക് സ്പേസ് കുറവാണ്. പക്ഷേ MX5 ആണെങ്കിൽ ഡാഷ്ബോർഡും കാര്യങ്ങളും കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ നമുക്ക് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ അവിടെ ഒന്ന് വരുന്നുണ്ട്, ഈ സൈഡിൽ ഒന്ന് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബാക്കിലാണ്. ബാക്കിൽ അപ്പ് സൈഡിൽ രണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ലൈറ്റും കാര്യങ്ങളും LED തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ വേരിയൻറ്റിലും സെയിം ആണ്, LEDs തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഹോൾഡേഴ്സ് വരുന്നത്, നമുക്ക് ഫോണും കാര്യങ്ങളും കണക്കിന് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ 15 wattsൻ്റെ C ടൈപ്പ് ചാർജിങ് ഉണ്ട്, USB ചാർജിങ് ഉണ്ട്. ഇത് വയർലെസ് ചാർജിങ് ആണ്. പിന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കിൽ തന്നെ നമുക്ക് മാനുവൽ ഡ്രൈവ് വരുന്നുണ്ട്, ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോയിൽ പറയുകയാണെങ്കിൽ സ്റ്റീരിയോയിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ പറ്റും. മീൻസ് ഇപ്പോൾ നമുക്ക് റോഡിൻ്റെ ഓഫ് റോഡ് ആവട്ടെ, ഓൺ റോഡ്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ റേസിങ്ങിൻ്റെത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്യൂൽ കൺസപ്ഷനും എല്ലാം അറിയാൻ പറ്റും. മീൻസ് ഇപ്പം ഫ്യൂൽ ഇൻഫോ ഇപ്പോൾ എത്ര മൈലേജ് ഇപ്പം കിട്ടുന്നുണ്ട്, ഇപ്പം ബാക്കി വന്ന ഫ്യൂൽ എത്ര കിലോമീറ്റേഴ്സ് വരെ പോകും എന്നൊക്കെ നമുക്ക് സിസ്റ്റത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നോർമൽ ഒരു ഫോൺ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഐഫോൺ പറ്റില്ല. ഐഫോൺ നമുക്ക് കാർ പ്ലേയിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുമെന്നാണ് പറയുന്നത്. ഇതുവരെ വന്നിട്ടില്ല, വരുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് വ്യൂവിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഡോർസ് നമുക്ക് 90 ഡിഗ്രി ഓപ്പണിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ആണ് തരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടാണ്. നമുക്ക് ഇതിന് സീറ്റ് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഡ്രൈവിങ്ങിനാണെങ്കിൽ തന്നെ അതുപോലെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റിംഗ് ഉണ്ട്. സീറ്റ് ബെൽറ്റ്സ് വരുന്നു. സീറ്റ് ബെൽറ്റ്സ് 3 പാസഞ്ചേഴ്സിന് 3 സീറ്റ് ബെൽറ്റ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ബാക്കിൽ AC വെൻ്റ് വരുന്നുണ്ട്. AC വെൻ്റ് ക്ലോസിങ് ഓപ്പണിംഗ് ആണ്. നമുക്കിതിൽ ചാർജിങ് C ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഔട്ട് സൈഡ് ആണെങ്കിൽ നമുക്കിതൊരു സെപ്പറേറ്റ്, ഇതിലിപ്പം ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഇതൊരു പക്ക സെയിം കളറിൽ നിൽക്കുന്നത്. ബാക്കി റെഡ്, ബാക്കി കളേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിഫറെൻറ്റ് കളറായിട്ട്, ജസ്റ്റ് ഒരു ഈ വണ്ടി ഇതും തമ്മിലൊരു ബന്ധമില്ലാത്ത ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് കളറായിട്ട് തന്നെ ഇരിക്കണം. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് കളർ ചേഞ്ച് ചെയ്ത് കാറിൻ്റെ കളറിന് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള കളറിന് വയ്ക്കാം. ഇത് ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഇത് നമുക്ക് അറിയാൻ പറ്റാത്തത്. അപ്പോൾ ഗൈസ്, ഇതാണ് വണ്ടി. ഓവറോൾ വ്യൂവും കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്. അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളുള്ള വണ്ടി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ആവട്ടെ, നല്ല യാത്രാസുഖവും കാര്യങ്ങളൊക്കെയാണ്. കംഫർട്ടാണ് വണ്ടി, അത്യാവശ്യം നല്ല കംഫർട്ടാണ്. വണ്ടി ഓടിക്കാനാവട്ടെ എല്ലാത്തിനും അത്യാവശ്യം നല്ലൊരു ഇതാണ്, പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ഈ കാറ് റണ്ണിങ്ങിൽ നമുക്ക് വേഗം AC ഇട്ട് കുറച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഗ്ലാസ് ജസ്റ്റ് ഒന്ന് പുകയുന്നുണ്ട്. അതാണ് ഒരു മെയിനായിട്ടൊരു ഫോൾട്ടായിട്ട് തോന്നുന്നത്. അല്ലാതെ വണ്ടി ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഇതായിട്ടാണ് മെയിൻലി എനിക്ക് വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ജസ്റ്റ് അതാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഓവർടേക്കിങ്ങിനാണെങ്കിൽ തന്നെ മെയിൻ വണ്ടി അത്യാവശ്യം നൈസാണ്. ഓവർടേക്കിങ് നമുക്ക് വിചാരിച്ച ടൈമിൽ നമുക്കൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. ഗൈസ്, അതാണ് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ സുഫിൻ സൈനിങ് ഓഫ്. ബൈ.